ഞാൻ ഫ്രാൻസിസ്ക എഡ്വേർഡ്. എൻ്റെ കൃഷിത്തോട്ടം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ തക്കാളി കൃഷിയെ പറ്റിയാണ്. അപ്പം ഇന്ന് ഞാൻ വിളവെടുക്കാൻ വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെൻ്റെ ഒരു സന്തോഷമാണ്. അപ്പം നമുക്ക് തക്കാളി ചെടിയിലേക്ക് പോവാം. തക്കാളി ചെടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുപോലെ തക്കാളി നിറഞ്ഞ് പിടിച്ച് കിടക്കുന്നത് കാണാനായിട്ടും ഒത്തിരി സന്തോഷമാണ്. നമുക്ക് ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് യാതൊരു കീടനാശിനിയും ഉപയോഗിക്കാതെ, കീടനാശിനി മീൻസ് വിഷമുള്ള കീടനാശിനികൾ ഉപയോഗിക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കി നമുക്ക് തൃപ്തി വരുന്ന രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വലിയ വില കൊടുത്ത് വിഷമുള്ള ഈ തക്കാളികൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഉള്ള രോഗങ്ങളും ക്യാൻസർ രോഗങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് കാരണം. അതുകൊണ്ട് ഇന്നത്തെ തലമുറയെ നമുക്ക് കൃഷിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. കാര്യം ഈ രോഗങ്ങളൊക്കെ വരാതെ ഇപ്പോൾ ഒത്തിരി രോഗങ്ങൾ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾ തന്നെ രോഗങ്ങളായിട്ടാണ്, ക്യാൻസർ രോഗവും അതുപോലെയുള്ള രോഗങ്ങളുമായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്നൊന്നും ചെയ്യാതെ നമ്മൾ കടയിൽ നിന്ന് എല്ലാം വാങ്ങിക്കും. പച്ചക്കറികളും ഉഴുന്നുവട, പരിപ്പ് വട എല്ലാം നമ്മൾ ആസ്വദിച്ച് കഴിക്കും. എണ്ണയിൽ വറുത്ത് കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ നമ്മൾ അതുപോലെ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അപ്പം ആ അസുഖങ്ങളൊക്കെ ഏറെക്കുറെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള അടുക്കളത്തോട്ടം നമുക്ക് ചെയ്യാം. അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പച്ചമുളക്, നമുക്ക് വേണ്ട പച്ചമുളക് നിറഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ. അപ്പം ഞാനിത് തിരുനനയിലാണ് ചെയ്യുന്നത്. തിരുനന മീൻസ് ഒരു ചട്ടിക്കകത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ചെയ്യുമ്പം അതിൻ്റെ വളമെല്ലാം അതിനകത്ത് തന്നെ ആയിരിക്കും. അത് വേറെ ഒരിടത്തോട്ടും പോകുന്നില്ല. അപ്പം നമ്മൾ തക്കാളി കൃഷി ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാണണം. അത് മണ്ണും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടിയൊക്കെ ചേർത്ത മിശ്രിതം നമ്മൾ കുമ്മായത്തിന് പകരം ഡോളമൈറ്റാണ് തക്കാളിക്ക് നല്ലതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കാൽസ്യം ഉണ്ട്. തക്കാളിക്ക് കാൽസ്യം ഒത്തിരി ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡോളമൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഡോളമൈറ്റ് മിക്സ് ചെയ്ത് നമ്മൾ 4 ദിവസമാകുമ്പോഴേക്കും വിത്ത് മുളച്ച് വരുന്ന ആ തയ്യ് ഒരു 7 ദിവസമാകുമ്പോഴേക്കും 6-7 ഇലകൾ വന്നിരിക്കും. അപ്പോൾ അതിനെ പറിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെടിയിലോട്ട് ചട്ടിയിലോട്ട് വെക്കുക. ഇത് കണ്ടോ, തിരുനനയിലാണ്. തിരുനനയെന്ന് പറയുന്ന ഒരു PVC പൈപ്പിൽ 10 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കള വരാതിരിക്കാനാണ്, നമ്മുടെ ജോലിപ്പാട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ഈ കൃഷി തീരുന്നവരെ നമ്മൾ അതിനെപ്പറ്റി അറിയേണ്ട. പിന്നീട് നമുക്കിതുപോലെ തന്നെ കൃഷി ചെയ്യാം. എന്നിട്ട് അതിനകത്ത് അരച്ചട്ടിയിൽ നമ്മൾ ഇത് ചെയ്താൽ മതി, മണ്ണിട്ടാൽ മതി. ഇതെല്ലാം മിക്സ് ചെയ്ത മണ്ണിട്ടിട്ട് ഇത്തിരി വാമും കൂടി ഇടുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് തയ്യ് നമ്മൾ നടുന്നതിനും വിത്തോ പാകുന്നതിന് മുമ്പേ ഇത്തിരി സ്യൂഡോമോണസ് ലൈനിയിൽ മുക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ രോഗകീടങ്ങൾ കുറേയൊക്കെ നമുക്ക് ഇല്ലാതാക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതൊരു 1 മാസം 1.5 മാസം ആകുമ്പോഴേക്കും അത് പൂവിടാൻ തുടങ്ങും. നമ്മൾ ആദ്യത്തേത് ആൺപൂവായിരിക്കും 1-2 എണ്ണം, പിന്നെ വരുന്നത് പെൺപൂവായിരിക്കും. അപ്പം ആ സമയത്ത് നമ്മൾ ഓരോ വളങ്ങൾ മീൻസ് സോളുബിൾ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അത് പൊട്ടാസ്യമൊക്കെ അടങ്ങിയത്. പൊട്ടാസ്യം ഒത്തിരി ആവശ്യമാണ് പൂക്കളുണ്ടാകാനും കായ്കളുണ്ടാകാനും. അപ്പം അത് ഫെർട്ടിലൈസർ പവർ 19 എന്നൊക്കെ പറയും. അപ്പോൾ അത് ഇടയ്ക്ക് ഒത്തിരിയല്ല, കുറച്ച് അടിച്ചു കൊടുക്കുക. പിന്നെ ചാണകം, ഞാനിവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ചാണകമാണ്.
ചാണകം സ്ലറി ഉണ്ടാക്കും. കടലപ്പിണ്ണാക്കും പയറുപൊടിയും പിന്നെ ശർക്കരയും എല്ലാം കൂടെ ചേർത്ത് ഒരു ബക്കറ്റിൽ ഇങ്ങനെ കലക്കി ഒരിടത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും അത് ഞാൻ ഒഴിച്ചു കൊടുക്കും. നേർപ്പിച്ച് ഒരു മഗ്ഗെടുത്ത് പിന്നെ 5 മഗ്ഗ് പിന്നെ വെള്ളവും കൂടെ ചേർത്ത് ഞാൻ അതിനെല്ലാം ഒഴിച്ചു കൊടുക്കും. അതൊത്തിരി നല്ലതാണ്. പിന്നെ നമ്മൾ കീടനാശിനിയായിട്ട് നീം ഓയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നീം ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നതാണ് നീം ഓയിൽ. ഇതാണ് നീം ഓയിൽ. ഈ നീം ഓയിൽ 5 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതിപ്പം പിന്നെ വെള്ളീച്ച അങ്ങനെയുള്ള രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് നമുക്ക് ഫ്ലവറിങ് ടൈമിൽ ഫിഷ് അമിനോ ഇതിപ്പം കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ നമുക്ക് ഫിഷ് അമിനോ വീട്ടിലുണ്ടാക്കാം. എഗ് അമിനോയും ഫിഷ് അമിനോയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് അമിനോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മത്തി വാങ്ങിക്കുമല്ലോ എപ്പോഴും. അപ്പോൾ ആ മത്തിയെ നമ്മൾ അതിൻ്റെ തലയെല്ലാം നമ്മൾ കളയും. അത് കളയുന്നതിന് പകരം അതൊരു കുപ്പിയിലാക്കി വെച്ചിട്ട് കുറച്ച് ശർക്കര അതിനകത്തിട്ട് ഈക്വൽ എമൗണ്ട് ശർക്കര ഇട്ടിട്ട് നമ്മൾ അതിനെ ടൈറ്റായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 മാസം കഴിയുമ്പോൾ അത് നല്ല വെള്ളം പോലെയാവും. അത് നമുക്ക് അതിൽ നിന്ന് 5 ml എടുത്ത് അതിനെ 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അരിച്ച് ഒഴിക്കണം സ്പ്രേയറിൽ. എന്നിട്ട് അതിനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒത്തിരി നല്ലതാണ്. പിന്നെ ഈ വാട്ടരോഗം ഒത്തിരി ഉണ്ടാകാറുണ്ട് നമ്മുടെ തക്കാളിക്ക്. അപ്പം അതിന് നമുക്ക് കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഇതുണ്ട്, കാൽസ്യം നൈട്രേറ്റ് പൗഡർ. അപ്പം അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫോളിയാർ സ്പ്രേ എന്ന് പറയുന്നത് 5 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ മുട്ടത്തോട് നമ്മൾ പൊടിച്ച് നമുക്കിട്ട് കൊടുക്കാം. പിന്നെ പൊട്ടാസ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതില്ലേ പഴത്തൊലി നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന കടകളിൽ നിന്ന് അത് മേടിച്ച് അത് ഉണക്കി പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. പൊട്ടാസ്യം അത് നമ്മൾ ജൈവ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. പൊട്ടാസ്യമൊക്കെ അല്ലാതെ വാങ്ങിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് കുഴപ്പങ്ങളുണ്ടാക്കാം. പക്ഷേ ജൈവ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് എല്ലാം നല്ലത്. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാത്തിനും നല്ലത്. പിന്നെ നമ്മൾ സ്യൂഡോമോണസ് എന്ന് പറയുന്നത് കാർഷിക ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്നൊക്കെ റെഡിയാക്കിയെടുത്ത സ്യൂഡോമോണസ് പൗഡർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുത്താൽ കീടങ്ങൾ നമുക്ക് ഒത്തിരി ഇല്ലാതാക്കാം. അപ്പം പിന്നെ വാട്ടരോഗത്തിന് വാം ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉണ്ടോ ഈ തക്കാളിയൊക്കെ എന്ത് രസമാണ്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ ഓടിപ്പോയി പറിച്ച് നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഓടിപ്പോയി നമുക്ക് പറിച്ചുകൊണ്ട് വന്ന് ഓരോന്ന് ചെയ്യാം. തക്കാളി ഇതാണ്ട ഫ്രഷ് തക്കാളിയാണ്. മഴയായതുകൊണ്ട് നല്ല നനഞ്ഞ് വൃത്തിയായിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് പച്ചക്കും തിന്നാം. കണ്ടോ, ഒരു കീടവും ഇല്ല. നല്ല വൃത്തിയായിട്ട് നമുക്ക് ഞാനെന്നും പറമ്പിലിറങ്ങുമ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കുംബറും എല്ലാ കാര്യങ്ങളും ഞാൻ ഫ്രഷായിട്ട് തന്നെ അങ്ങ് കഴിക്കും. എനിക്ക് ആരോഗ്യം ഇച്ചിരി കുറവാണ് എങ്കിൽ പോലും ഞാൻ പിന്നെ ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫ്രഷായിട്ട് തന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് തക്കാളി തറയിൽ നടാം. തറയിൽ നടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതിന്
അതിൻ്റെ വേരുകളൊക്കെ നല്ലപോലെ പോയി നന്നായിട്ട് വരാനായിട്ട് സഹായിക്കും. ഇത് കണ്ട തറയിൽ നട്ട തക്കാളിയാണിത്. കണ്ട കൊല പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ, മണ്ണിൽ നട്ട തക്കാളി. അതായത് പറിക്കാൻ സമയമായി. ഇതുപോലെ ഞാൻ എല്ലായിടത്തും ഒത്തിരി തക്കാളി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു സന്തോഷമാണ് നമ്മുടെ മനസ്സിന്, ആരോഗ്യത്തിനും. നിറച്ച് തക്കാളിയുണ്ട്, കണ്ടോ, റെഡിയായി വരികയാണ്. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. ഞാൻ നഴ്സായിരുന്നു. ഞാൻ നേഴ്സിംഗ് പഠനം ജോലിയിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞപ്പം ഞാൻ തക്കാളി കൃഷി തുടങ്ങി. ഇവിടെ എല്ലാം തക്കാളിയുണ്ട്. ഇതിലിച്ചിരി വെയിൽ കുറവായതുകൊണ്ട് തക്കാളി കുറവാണ്. കണ്ടോ, ഇന്നത്തെ തക്കാളി ഉണ്ട്, പക്ഷേ മണിത്തക്കാളിയാണിത്. ഇതുപോലെ ഇവിടെ എല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം തക്കാളി പിടിച്ചിട്ടുണ്ട്. തക്കാളി പിടിച്ച് വരുന്നേ ഉള്ളൂ. വേണ്ട. പിന്നെ ഇതുപോലെ മഴ സമയത്ത് തക്കാളി ഇതുപോലെ ഇതുപോലെ ചീഞ്ഞ് അഴിയും. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഇത്തിരി വാമ കലക്കി ഒഴിക്കുക. അതിൻ്റെ ചുവട്ടിലല്ല, ഇത്തിരി അകലെയായിട്ട്. അപ്പം അങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. പിന്നെ നമുക്ക് കെണികൾ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫെറമോൺ കെണി, പിന്നെ മഞ്ഞക്കെണി മഞ്ഞക്കെണി കണ്ടു. മഞ്ഞക്കെണി എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ഈ കീടങ്ങളെല്ലാം അതിൽ വന്ന് പറ്റിയിരിക്കും. പിന്നെ അതുകൂടാതെ പഴക്കെണിയുണ്ട്. അങ്ങനെ ഇതുപോലെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കീടനിയന്ത്രണം ഏറെക്കുറെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. പിന്നെ ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയുക. ഞാൻ എൻ്റെ പറമ്പിൽ കൂടെ നടക്കുകയാണ്. ഒത്തിരി സ്ഥലത്ത് തക്കാളി നട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടി നടന്ന് വീഡിയോ എടുക്കുന്നത്. അറിയത്തില്ലായിരുന്നു ആദ്യമൊന്നും ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പം എന്തായാലും അല്പമൊക്കെ പഠിച്ചു വരുന്നു. എല്ലാ ദിവസവും ഒരു പച്ചക്കറിയെപ്പറ്റി പറയണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. അപ്പം വീണ്ടും വരുന്നത് വരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ നമ്മളുടെ എല്ലാ കൃഷികളും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നന്ദി, നമസ്കാരം. വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.